2025 മാർച്ച് മാസം 19-ാം തീയതി ബുധനാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാർത്തകൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഒന്നാമതായി, സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഉപഭോക്താക്കൾക്ക് മാർച്ച് മാസത്തെ പെൻഷൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വിതരണം ആരംഭിക്കുമെന്നാണ് അറിഞ്ഞത്. നിലവിൽ ക്ഷേമ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത് 1600 രൂപയാണ്. ഈ മാസവും 1600 രൂപ തന്നെയായിരിക്കും ക്ഷേമ പെൻഷൻ. എന്നാൽ ഇതിലൊരു വർധനവ് വരുത്തുന്നതിനെക്കുറിച്ചുള്ള തീരുമാനം മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ നിലവിൽ 3 മാസത്തെ കുടിശ്ശികയാണ് ക്ഷേമ പെൻഷന് നിലവിലുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ കുടിശ്ശിക നൽകി തീർക്കാനായിരിക്കും മുൻഗണന നൽകുക. അതുകൊണ്ട് തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി 4800ഓളം രൂപ പെൻഷൻ വിഹിതമായി ഉപഭോക്താക്കൾക്ക് കയ്യിൽ ലഭിക്കുന്നതാണ്. രണ്ടാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, രാജ്യത്ത് ഈ മാർച്ച് മാസം ബാങ്കുകൾക്ക് 6 അവധികളാണ് വരാൻ പോകുന്നത്. മാർച്ച് 22, 23, 24, 25, 30, 31 ദിവസങ്ങളിലാണ് ബാങ്കുകൾക്ക് അവധി. 31 നിലവിൽ ബാങ്കുകൾക്ക് അവധിയാണെങ്കിലും ഒരുപക്ഷെ തുറന്നു പ്രവർത്തിക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട്. മാർച്ച് 22 4-ാം ശനിയാഴ്ചയും മാർച്ച് 23 ഞായറാഴ്ചയും മാർച്ച് 24, 25 ദിവസങ്ങൾ ബാങ്കുകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചതിനാലും 30 ഞായറാഴ്ചയായതിനാലും 31 നിലവിൽ പെരുന്നാൾ അവധിയായതിനാലുമാണ് ബാങ്കുകൾക്ക് അവധി. അടുത്തൊരു കാര്യം, മുൻഗണനേതര വിഭാഗങ്ങളിൽ നിന്ന് മാസം 1 രൂപ വീതം സെസ് പിരിക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്താനാണിത്. ആദ്യഘട്ടത്തിൽ 1 വർഷത്തേക്ക് സെസ് പിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 1 വർഷം കൊണ്ട് 4 കോടി ഇത്തരത്തിൽ ലഭിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. നേരത്തെ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സെസ് പിരിക്കുമെന്ന് CPM സംസ്ഥാന സമ്മേളനത്തിലെ നയരേഖയിൽ വ്യക്തമാക്കിയിരുന്നു. റേഷൻ കടകളുടെ പ്രവർത്തന സമയം 9 മുതൽ 1 മണി വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയുമാക്കി പുനഃക്രമീകരിക്കാനും സർക്കാർ സമിതി നിർദ്ദേശമുണ്ട്. വെള്ള കാർഡുടമകൾക്കുള്ള അരിയുടെ വിലയായി വ്യാപാരികൾ അടക്കുന്ന 60 പൈസ വ്യാപാരി ക്ഷേമത്തിനായി ഉപയോഗപ്പെടുത്താനും ശുപാർശയുണ്ട്. അരിവില കൂട്ടുകയോ സെസ് പിരിക്കുകയോ ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും നടപ്പിലാക്കുക. അടുത്തതായി, സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തും. ഇതിനായി ഈ അക്കാദമിക വർഷം മുതൽ 8ാം ക്ലാസ്സിൽ വിജയിക്കാൻ ഓരോ വിഷയത്തിലും മിനിമം മാർക്ക് 30% നേടണം. 2025-26 അക്കാദമിക വർഷം മുതൽ 8-9 ക്ലാസുകളിലും 2026-27 അക്കാദമിക് വർഷം മുതൽ 8-9-10 ക്ലാസുകളിലും പൊതുപരീക്ഷയിൽ ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പിലാക്കും. ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മൂല്യനിർണയ രീതിയും കാര്യക്ഷമമായി പരിഷ്കരിച്ചിട്ടുണ്ട്. ഇതിനായി വിവിധ തലത്തിലുള്ള മൂല്യനിർണയ പ്രവർത്തനങ്ങൾ ക്ലാസ് മുറികളിൽ അവലംബിക്കും. 8ാം ക്ലാസ്സിലെ വർഷാന്ത്യ പരീക്ഷയിൽ എഴുത്തു പരീക്ഷയിൽ ഓരോ വിഷയത്തിനും മിനിമം 30% സ്കോർ ലഭിക്കാത്ത കുട്ടികൾക്ക് ആവശ്യമായ പഠന പിന്തുണ നൽകിയതിനു ശേഷം വീണ്ടും പരീക്ഷ നടത്തണമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. കൂടാതെ ആത്യന്തിക വിലയിരുത്തലിന്റെ ചോദ്യപേപ്പർ തയ്യാറാക്കേണ്ടതിന്റെ മാതൃകയും അക്കാദമിക മോണിറ്ററിംഗ് ഏതൊക്കെ തലങ്ങളിൽ നടത്തണമെന്നും പരാമർശിച്ചിട്ടുണ്ട്.